നമസ്കാരം. ഏറ്റവും ഒടുവിലായി ഇറാൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു കഴിഞ്ഞു. ഭൂഗർഭ മിസൈൽ സിറ്റിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ആയുധ ശേഖരം, സ്യൂസൈഡ് ഡ്രോൺ ബോട്ടുകൾ, ആന്റി ഷിപ്പ് മിസൈലുകൾ, നാവിക മൈനുകൾ തുടങ്ങിയവയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ യുദ്ധത്തിന്റെ സൈനിക വശത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സന്ദേശം നൽകുന്നവയാണ് എന്ന് നിരവധി സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇതൊരു സാധാരണ സൈനിക പ്രദർശനം എന്നല്ല വിദഗ്ധർ വിലയിരുത്തുന്നത്. പകരം അമേരിക്കയും ഇസ്രയേലും നയിക്കുന്ന സൈനിക ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തന്റെ പ്രതിരോധ ശേഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കാനുള്ള ശ്രമമാണ് ഈ നടത്തുന്നതെന്നാണ് അവർ വിമർശിക്കുന്നത്. അതിനാൽ തന്നെ ഈ ദൃശ്യങ്ങൾ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തെ ശക്തമായി ഉയർത്തുന്നു. മധ്യപൂർവേഷ്യയിൽ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാനാണ് എന്ന് നിരവധി പഠനങ്ങൾ പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ആയുധശേഷി ഇറാനുണ്ട്. ഇവയുടെ പരമാവധി ദൂരപരിധി ഏകദേശം 2000 കിലോമീറ്റർ ആണ്. അതിലൂടെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും നിഷ്പ്രയാസം ലക്ഷ്യമിടാൻ കഴിയുമെന്നതാണ് വാസ്തവം. അതേസമയം ഇറാൻ ഒരു പ്രത്യേക സൈനിക തന്ത്രം പിന്തുടരുന്നുമുണ്ട്. പരമ്പരാഗതമായി ശക്തമായ വ്യോമസേന ഇല്ലാത്തതിനാൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള അസിമെട്രിക് വാർഫെയർ ആണ് അവരുടെ പ്രധാന ആയുധ രീതി. അതായത് വലിയ സൈനിക ശക്തികളായ അമേരിക്കയെയും ഇസ്രയേലിനെയും നേരിട്ട് നേരിടുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ എന്നാൽ അപകടകരമായ ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധം ശക്തമാക്കുക എന്നതാണ് ഈ തന്ത്രം. ഭൂഗർഭ ബങ്കറുകളിലും തുരങ്കങ്ങളിലും സൂക്ഷിക്കുന്ന ആയുധങ്ങൾ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിനാൽ യുദ്ധകാലത്ത് അവ നശിപ്പിക്കുന്നത് വളരെ പ്രയാസകരമാണ്. ഇതാണ് മിസൈൽ സിറ്റി എന്ന ആശയം. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിലെ ആയിരക്കണക്കിന് സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഡ്രോൺ ഫാക്ടറികൾ, നാവിക താവളങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ അധികാരികളുടെ വിലയിരുത്തൽ പ്രകാരം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ 90% വരെ കുറയുകയും ഡ്രോൺ ആക്രമണങ്ങൾ 95% വരെ താഴുകയും ചെയ്തു എന്നാണ്. എന്നാൽ ഈ അവകാശവാദങ്ങൾ മുഴുവൻ ശരിയാണോ എന്നതിൽ വിദഗ്ധർക്കിടയിൽ സംശയമുണ്ട്. കാരണം ഇറാന്റെ ഇതിലും വലിയ ആയുധ ശേഖരങ്ങൾ ഇപ്പോഴും ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. അതിനാൽ യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ വീണ്ടും ആക്രമണശേഷി വർദ്ധിക്കാനിടയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ പുറത്തുവിട്ട വീഡിയോയിൽ പ്രധാനമായും കാണിച്ചത് നാവിക സ്യൂസൈഡ് ഡ്രോണുകളാണ്. ഇവ മനുഷ്യരില്ലാത്ത ചെറിയ ബോട്ടുകളാണ്. എന്നാൽ അവയിൽ വലിയ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കും. ശത്രു കപ്പലുകളിലേക്ക് നേരിട്ടിടിച്ച് വലിയ നാശം വിതയ്ക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഈ ആയുധങ്ങൾ പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ വലിയ ഭീഷണിയാകാം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിനാൽ അവിടെ നടക്കുന്ന യുദ്ധം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പോലും ബാധിക്കും. ഹോർമൂസിൽ ആക്രമണം തുടങ്ങുമെന്ന് 1000 വട്ടം തുറന്നു പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ കടൽ യുദ്ധം വിദൂര സങ്കല്പവുമല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അടുത്ത ഘട്ടത്തിൽ കടൽ മാർഗത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇറാൻ പുറത്തുവിട്ട ഭൂഗർഭായുധ ശേഖരത്തിന്റെ ദൃശ്യങ്ങൾ ഒരു സൈനിക പ്രദർശനം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ഞങ്ങൾ ഇപ്പോഴും ശക്തരാണ് എന്ന ഭീഷണി തന്നെയാണ് അതിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. അതേസമയം അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ സൈനിക ശക്തി തകർത്തു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധം വേഗത്തിൽ അവസാനിക്കാനുള്ള സാധ്യത ഇപ്പോഴും കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. മറിച്ച് കടൽ മാർഗങ്ങളിലേക്കും പ്രാദേശിക സഖ്യങ്ങളിലേക്കും വ്യാപിച്ച് വലിയ സംഘർഷമായി ഇനിയും മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇറാൻ പുറത്തുവിട്ട ഈ വീഡിയോ ഒരു സൈനിക വാർത്ത മാത്രമല്ല, മധ്യപൂർവേഷ്യയുടെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക സൂചനയാണെന്നും പറയാം.